എൻ്റെ പേര് ലൈജു. ഇതെൻ്റെ മകൾ സാഞ്ചസ്. ഞങ്ങൾ അങ്കമാലിയിൽ തുറവൂരിൽ നിന്ന് വരുന്നു. ഞാൻ 24 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നത്, ഞാനും എൻ്റെ ഹസ്ബൻഡും വർക്ക് ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്. ഞാൻ ആദ്യമായി ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് 2020 സെപ്റ്റംബർ 20-നാണ്. അതെൻ്റെ ഹസ്ബൻഡിന് ഹെർണിയയുടെ ഒരു സർജറി വേണമായിരുന്നു. അങ്ങനെ സർജറി പറഞ്ഞപ്പോഴാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത്. കാരണം എൻ്റെ ഹസ്ബൻഡ് ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെർണിയയുടെ സർജറി വന്നപ്പോൾ ഒത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു. സർജറി ഓൺലൈൻ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് വളരെ ഭംഗിയായിട്ട് നടന്നു. പിന്നെ ഉടമ്പടിയിൽ വെച്ചത് എൻ്റെ മൂത്ത മകളുടെ +2 റിസൾട്ടായിരുന്നു. അവൾക്ക് ഉന്നത വിജയം നൽകി മാതാവ് അനുഗ്രഹിച്ചു. കൂടാതെ മൂന്നാമതായിട്ട് അമ്മ മാതാവ് എനിക്ക് തന്ന അനുഗ്രഹം എന്ന് പറയുന്നത്, ഓൺലൈൻ ഉടമ്പടിയിലൂടെ ഞങ്ങൾക്ക് തന്ന അനുഗ്രഹം എന്ന് പറയുന്നത്, എൻ്റെ ഹസ്ബൻഡ് അനിയനൊരു വീടില്ലായിരുന്നു. അപ്പോൾ അവനൊരു വീട് വേണമെന്ന് ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. 10 മാസത്തിനകത്ത് ഞങ്ങൾ പ്രതീക്ഷയ്ക്ക് പോലും ചെയ്യാതെ ഒരു നല്ല വീട് പൂർത്തിയാക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. അതിന് മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. അത് കഴിഞ്ഞ് ഞാൻ 2021 ഡിസംബർ 29-നാണ് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത്. അതിന് വരാനുണ്ടായ കാരണം, എൻ്റെ മൂത്ത മകൾ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഒരു നീറ്റ് ക്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു ഞങ്ങൾ വന്ന് ഉടമ്പടി എടുത്തത്. അവൾക്ക് ഒത്തിരി ദൈവാനുഭവങ്ങളുണ്ടായി. അതിനകത്ത് മെയിനായിട്ടുണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ നീറ്റിൻ്റെ വീക്ക്ലി ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ടെസ്റ്റ് കഴിഞ്ഞ് അവൾ ഇറങ്ങി വരുമ്പോൾ ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു. അവൾക്ക് മാർക്ക് തീരെ കുറവായിരുന്നു. അപ്പോൾ അവളോട് ഞാൻ ആക്ഷൻ കാണിച്ച് ചോദിച്ചു, മോളെ എത്ര മാർക്കുണ്ടെന്ന്. അവൾ പറഞ്ഞു തീരെ മോശമാണെന്ന് പറഞ്ഞു എന്നോട്. അന്നേരം ഞാൻ പറഞ്ഞു, മോളെ മാതാവിനോട് പ്രാർത്ഥിക്കുക. എടുത്ത വഴിക്ക് അവൾ എന്നോട് പറഞ്ഞു, മമ്മിയുടെ ഒരു മാതാവ് എന്ന് പറഞ്ഞിട്ട് അവളങ്ങ് പോയി. അത് എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. ഞാൻ അപ്പം തന്നെ കരഞ്ഞുകൊണ്ട് മാതാവിനോട് പറഞ്ഞു, എൻ്റെ മാതാവിന് നീ മാർക്ക് കൊടുക്കണ്ട അവൾക്ക്, പക്ഷെ അവളുടെ വിശ്വാസം നീ വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. നെക്സ്റ്റ് ഡേ 5:30 അവളെ ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു. പ്രാർത്ഥനയ്ക്ക് അവൾ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, മാതാവ് എൻ്റെ അടുത്ത് ബൈക്കിൽ വരുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് മമ്മി എന്നെ വിളിച്ചത്. ഞാൻ സിൽവർ ഗ്രേയിലുള്ള മാതാവ് എൻ്റെ അടുത്ത് ബൈക്കിൽ വരുന്നതായിട്ട് കണ്ടു. ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവ് എന്തിനാ ബൈക്കിൽ എൻ്റെ അടുത്ത് വന്നേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളുടെ അടുത്ത് ബൈക്കിൽ വന്നതിന് വേറൊരു റീസണുണ്ട്. ഒന്ന് നിൻ്റെ വിശ്വാസം, രണ്ടാമത്തെ എൻ്റെ വിശ്വാസം. കാരണം ഞാൻ സാക്ഷ്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം സാക്ഷി കേട്ടപ്പോൾ, ഒരു സാക്ഷ്യത്തിൽ ഞാൻ കേട്ടു മാതാവ് ബൈക്കിൽ പോകുന്നതായി കണ്ടു എന്ന്. ഉടൻ തന്നെ അപ്പം തന്നെ എൻ്റെ മനസ്സിൽ, ഞാൻ കിച്ചണിൽ വർക്ക് ചെയ്യുമായിരുന്നു, ഞാൻ കിച്ചണിൽ ഇരുന്നിട്ട് പറഞ്ഞു, പിന്നെ മാതാവ് ബൈക്കിലല്ലേ യാത്ര ചെയ്യുന്നതെന്ന്. പക്ഷേ മാതാവ് എൻ്റെ മകളുടെ അടുത്ത് ബൈക്കിൽ വന്ന് എൻ്റെയും എൻ്റെ മകളുടെയും വിശ്വാസം വർദ്ധിപ്പിച്ചു. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്ന മറ്റൊരു കാര്യം എൻ്റെ ഹസ്ബൻഡിൻ്റെ ആരോഗ്യമായിരുന്നു. കാരണം ഹസ്ബൻഡിന് കണ്ടിന്യൂസ് ആയിട്ട്, എൻ്റെ ഹസ്ബൻഡ് ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്. പക്ഷേ പലവിധ അസുഖങ്ങൾ വരും. ഞങ്ങൾ ജാർഖണ്ഡിൽ നിന്ന് ഫ്ലൈറ്റിന് ലീവ് എടുത്ത് ഫ്ലൈറ്റിന് ഇവിടെ വരും. ഇവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റ് എല്ലാം ചെയ്ത് തിരിച്ചു പോകും. അത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരുന്നൊരു കാര്യമായിരുന്നു. അത് ഞാൻ ഉടമ്പടിയിൽ കാര്യം വെച്ചിരുന്നു. അത് കഴിഞ്ഞ് പുതുക്കിയപ്പോൾ അച്ഛനെ കാണാനുള്ള ഒരു സൗകര്യം കിട്ടി. അച്ഛൻ ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പം വരെ എൻ്റെ ഹസ്ബൻഡ് സീരിയസ് ആയിട്ട് ഒരു അസുഖവും വന്ന് 2.5 വർഷമായി. ഇപ്പോൾ ഞങ്ങൾ ഉടമ്പടിയിൽ 365 ദിവസം ഉടമ്പടി റൂൾസ് പാലിക്കുന്നവരാണ്. ഇപ്പം വരെ ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടില്ല. ഇതാണ് മെയിനായിട്ട് ഞങ്ങളുടെ കുടുംബത്തിന് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം. കാരണം നോർത്ത് ഇന്ത്യയിലൊക്കെ താമസിക്കുന്നവർക്കറിയാം ഒരു അസുഖം വന്നാലുണ്ടാകുന്ന ഒരു വിഷം എന്താണെന്നുള്ളത്. അത് ഞങ്ങൾ ഒത്തിരി അനുഭവിച്ചവരാണ്. പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്, എനിക്ക് മുട്ടുകാല് വേദന 1.5 വർഷമായിട്ടുണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എപ്പോഴാണ് എൻ്റെ മുട്ടുവേദന പോയതെന്ന് പോലും എനിക്കറിയില്ല. അത് മാറിപ്പോയി. പിന്നെ എനിക്ക് റെസ്റ്റോറൻറ്റിൽ ഫുഡ്, അതുപോലെ പാർട്ടി ഫങ്ഷനൊക്കെ പോകുന്ന ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ വയറിന് ഒട്ടും സ്യൂട്ടാവില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ ലൂസ് മോഷൻ ആകുമായിരുന്നു. അതും മാതാവ് മാറ്റിത്തന്നു. അതും ഒത്തിരി ദിവസങ്ങൾ കഴിഞ്ഞാണ് എനിക്ക് പല പാർട്ടികളിൽ പോയി കഴിഞ്ഞ് വന്നപ്പോൾ മക്കൾ പറഞ്ഞാണ് ഞാൻ ആ കാര്യത്തെപ്പറ്റി ചിന്തിക്കുന്നത് തന്നെ, എൻ്റെ അങ്ങനെയൊരു അസുഖം പൂർണ്ണമായിട്ടും മാറി എന്നുള്ളത്.
ഇനി അടുത്തതായിട്ട് എനിക്ക് കിട്ടിയ ഒരു വലിയൊരു ദൈവാനുഭവം, എൻ്റെ കുടുംബത്തിന് കിട്ടിയ വലിയൊരു ദൈവാനുഭവമാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ മകൾ സാഞ്ചസ്, ഇവൾ ക്ലാസ് 10 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൾക്ക് വേണ്ടി ഞാൻ തീക്ഷ്ണമായി പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ 4 പേരാണ്, 2 പെൺമക്കൾ, ഹസ്ബൻഡ്, ഞങ്ങൾ 4 പേരും ഉടമ്പടി റൂൾസ് പാലിക്കുന്നത് കൂടാതെ തന്നെ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവിനോട് പറഞ്ഞു, മാതാവിന് ഇത്ര കൊന്ത 1860 കൊന്ത മാതാവിന് ഇവളുടെ റിസൾട്ട് വരുന്നതിന് മുമ്പ് ഞങ്ങൾ 4 പേരും കൂടി ചൊല്ലി അമ്മയ്ക്ക് സമർപ്പിക്കാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ പരീക്ഷ കഴിഞ്ഞ് ഇവൾക്ക് 2-3 എക്സാം ടഫായിട്ടാണ് പോയത്. പക്ഷേ പരീക്ഷയുടെ റിസൾട്ട് വരുന്നതിന് മുമ്പ് ഇവൾക്കൊരു വിഷൻ ഉണ്ടായി. ആ വിഷൻ എന്താണെന്ന് ഇവൾ തന്നെ സംസാരിക്കും. എൻ്റെ പേര് സാഞ്ചസ്. കഴിഞ്ഞ വർഷം, ഇപ്പം ഞാൻ +2 +2 ക്ലാസ്സസ് തുടങ്ങി. എൻ്റെ കഴിഞ്ഞ വർഷം 10ാം ക്ലാസ്സിലെ എക്സാംസ് കഴിഞ്ഞ് ഈസ്റ്ററിൻ്റെ മുമ്പത്തെ 3 ദിവസം ഞങ്ങളുടെ പള്ളിയിൽ ധ്യാനം ഉണ്ടായിരുന്നു. അപ്പം 3ാമത്തെ ദിവസത്തെ ധ്യാനത്തിൽ ഇങ്ങനെ അച്ഛൻ പ്രസംഗം പറഞ്ഞുകൊണ്ടിരിക്കെ എനിക്കിങ്ങനെ ഉള്ളിൽ ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ല, എൻ്റെ കണ്ണൊന്നും അടഞ്ഞിട്ടില്ല. പക്ഷെ ഞാനിങ്ങനെ കാണാണ്, ഞാൻ വീട്ടിലിരിക്കുന്നതും മമ്മിയും പപ്പയും 2 പേരും അവിടെ ടീച്ചേഴ്സാണ്. അപ്പം അവർ സ്കൂളിലാണ്. ഞാൻ കാണുന്നത് ഇങ്ങനെ മാതാവും ഈശോയിനെ ഞാൻ വീട്ടിൽ, ഞാൻ ഒറ്റയ്ക്കായിരുന്നപ്പം ഞാൻ കണ്ടു. എന്നിട്ട് ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. കാരണം ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഞാൻ കണ്ടപ്പോഴേക്കും ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. പിന്നെ അവരെന്നോട് സംസാരിച്ചു. ഞാൻ കൃപാസന മാതാവിനല്ല ഞാൻ കണ്ടത്. എനിക്ക് കളറൊന്നും ഓർമ്മയില്ല. പക്ഷെ ഞാൻ മാതാവിനെ ആണ് ഞാൻ കണ്ടത്. ഈശോനെ മാതാവിനെ ഞാൻ കണ്ടു. എന്നിട്ട് ഞാൻ അവരെന്നോട് ചോദിച്ചു, എന്താ പ്രശ്നം, എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, 8-9ാം ക്ലാസ് വരെ ഞാൻ ക്ലാസ്സിൽ, ഞങ്ങളുടെ ICC സ്കൂൾ, അപ്പം ഞാൻ ഫസ്റ്റ് റാങ്ക് ആയിരുന്ന ഒരു കുട്ടിയാണ്. പക്ഷെ 10th വന്ന് കുറേ സിലബസും കൂടി ഭയങ്കര ടെൻഷനും ട്യൂഷൻസും ആയതുകൊണ്ട് എൻ്റെ മാർക്ക് ഭയങ്കരമായിട്ട് കുറഞ്ഞു. അപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട്, എൻ്റെ റിസൾട്ട്സ് വരാൻ പോവാണ്, എനിക്ക് 90 above കിട്ടിയില്ലെങ്കിൽ എനിക്ക് വിഷമാവും എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, എന്ന് ചിലപ്പോൾ നിൻ്റെ പ്രാർത്ഥന ചിലപ്പോൾ നിനക്ക് 90 above ചിലപ്പോൾ കിട്ടൂലായിരിക്കും, പക്ഷെ നിനക്ക് കിട്ടുന്നത് എത്രയാണോ അത് നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് അവരെന്നോണ്ട് ഞങ്ങൾ പോവാണ് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, ഇപ്പോഴത്തെ ഒരു ലോകത്തിൽ എല്ലാവർക്കും ഒരു എവിഡൻസ് വേണം, ദൈവത്തിൻ്റെ കാര്യത്തിലായാലും എന്ത് കാര്യത്തിലായാലും. അപ്പം ഞാൻ പറഞ്ഞു, മാതാവ് ഈശോ വന്നു എന്നുള്ള കാര്യം ഞാൻ എന്തായാലും സാക്ഷ്യപ്പെടുത്തും, അത് ഉറപ്പാണ്. പക്ഷെ എനിക്കൊരു എവിഡൻസ് വേണം എന്ന് പറഞ്ഞപ്പോൾ മാതാവ് എനിക്കൊരു സിൽവർ കളറിൻ്റെ ഒരു കൊന്ത തന്നു. ഇതൊക്കെ എൻ്റെ മൈൻഡിൽ കൂടെ നടക്കുന്നതാണ്. ഞാൻ ശരിക്കും ധ്യാന കേന്ദ്രത്തിലിരുന്ന് അച്ഛൻ്റെ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ എൻ്റെ മനസ്സിൽ നടന്നു. അത് ഇനി കൊന്ത തന്നു, അവർ പോയി. അത് ഇനി ഞാൻ പിന്നെ ബാക്ക് ടു ധ്യാനത്തിൻ്റെ സ്പീച്ചിലേക്ക് വന്നു. അപ്പോൾ ഞാനിങ്ങനെ വീട്ടിൽ പോയപ്പോൾ മമ്മി എന്നോട് പറഞ്ഞു, നിനക്ക് ആ കിട്ടിയ കൊന്ത ശരിക്കും ആരെങ്കിലും എവിടെന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാമല്ലോ, അത് ശരിക്കും നമ്മുടെ പ്രാർത്ഥന മാതാവ് കേൾക്കുന്നുണ്ട്, അതുകൊണ്ടാണെന്ന്. എൻ്റെ അഡ്മിഷൻ ഇവിടെ ഡോൺ ബോസ്കോയിലാണ് നടന്നത്. തൃശ്ശൂർ ഡോൺ ബോസ്കോ മണ്ണൂത്തിയിലാണ് ഞാനിപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഒക്ടോബർ 6-ാം തീയതി, ഒക്ടോബർ മാസം മാതാവിൻ്റെ മാസമായതുകൊണ്ട് ഞങ്ങളുടെ ഫസ്റ്റ് ഫ്രൈഡേ കുർബാന കഴിഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെ എല്ലാ പിള്ളേർക്കും ചാപ്പലിൽ വന്ന് കുർബാന കൂടി എല്ലാ പിള്ളേർക്കും ഇങ്ങനെ കൊന്ത കൊടുത്തു. റാൻഡമായിട്ടാണ് കൊന്ത കൊടുത്തത്. അപ്പോൾ ഇങ്ങനെ കൊന്ത കൊടുത്തപ്പോൾ എനിക്കൊരു കൊന്ത കിട്ടി. അപ്പോൾ എനിക്ക് ഞാനിങ്ങനെ കളറൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ട്സൊക്കെ കൊന്ത ഭയങ്കര കളർഫുള്ളായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. എൻ്റെ കൊന്തയ്ക്കൊന്നും അത്രയും ഭംഗിയില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. വീട്ടിൽ പോയി, ഹോസ്റ്റലിലാണ് ഞാനിപ്പോൾ താമസിക്കുന്നത് തൃശ്ശൂർ. ഇവർ 2 പേരും പുറത്തായതുകൊണ്ട് വീട്ടിൽ പോയി ഞാൻ മാതാവിൻ്റെ ഫോട്ടോ ഉണ്ട്, കൃപാസന മാതാവിൻ്റെ പ്രിൻ്റ് ഔട്ട് ചെയ്തൊരു ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോ കാണുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്, ദൈവമേ, എനിക്ക് അന്ന് ഞാൻ കിട്ടിയ സിൽവർ കൊന്ത, ഞാൻ അന്ന് വിഷനിലൂടെ കണ്ട കൊന്തയുടെ സെയിം കളറുടെ കൊന്തയാണ് എനിക്ക് റാൻഡമായിട്ട് എൻ്റെ സ്കൂളിലത്തെ അച്ഛൻ കൊണ്ടുവന്ന് തന്നത്. ഇത് ഞാൻ കോയിൻസിഡൻസ് ആണെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. എൻ്റെ വിശ്വാസം അനുസരിച്ച് ഞാൻ എൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ വിശ്വാസം അനുസരിച്ച് ഇതെനിക്ക് മാതാവ് തന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
അത് എൻ്റെ റിസൾട്ട് അങ്ങനെ പറഞ്ഞത് തന്നെ എനിക്ക് 90 അബവ് കിട്ടിയില്ല. എനിക്ക് 88.8 സംതിങ് ആണ് എനിക്ക് 10ൽ കിട്ടിയത്. പക്ഷേ എൻ്റെ റിസൾട്ട് വരണേൻ്റെ മുമ്പ് തന്നെ എൻ്റെ അഡ്മിഷൻ സ്കൂളിൽ കഴിഞ്ഞായിരുന്നു. അതുകൊണ്ട് ദൈവം എന്നോട് പറഞ്ഞതുപോലെ തന്നെ ചിലപ്പോൾ എന്ത് കിട്ടൂലായിരിക്കും, പക്ഷെ എനിക്ക് നല്ലതേ വരൂ. അപ്പോൾ ഞങ്ങൾക്ക് കാര്യമായിട്ട് ഉടമ്പടിയിൽ എഴുതി വെച്ചത് ചിലപ്പോൾ കിട്ടിയില്ലെങ്കിലും ഞങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് മാതാവിനും ഈശോയിനും ഞങ്ങളെക്കാളും നന്നായിട്ട് അറിയാം. അപ്പോൾ അതാണ് ഞങ്ങൾക്ക് തരുന്നത്. പിന്നെ എനിക്കുണ്ടായ ഒരു ദൈവാനുഭവം, ഞങ്ങളുടെ കൂടെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ മലയാളിയാണ്. അവരൊരു ക്യാൻസർ പേഷ്യൻ്റാണ്. അവർക്ക് 2-3 സർജറി നടന്നിട്ടുണ്ട്. തൈറോയിഡിൻ്റെ സർജറി, അതുപോലെ യൂട്രസും ഓവറിയൊക്കെ എടുത്ത് മാറ്റിയതാണ്. അപ്പോൾ അവർക്ക് ഒരു ദിവസം ഭയങ്കരമായിട്ട് ഇൻഫെക്ഷനായിരുന്നു, ത്രോട്ട് ഇൻഫെക്ഷനായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഭയങ്കര പേടിയായിരുന്നു. ഇങ്ങനെ എൻ്റെ വീട്ടിൽ എനിക്ക് പ്രാർത്ഥിച്ച് ഒത്തിരി അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും പുറത്തുള്ള ഒരാൾക്ക് പ്രാർത്ഥിച്ചിട്ട് അനുഗ്രഹം കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും, അവരുടെ വിശ്വാസം നഷ്ടപ്പെടില്ല എന്നായിരുന്നു. പക്ഷേ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു പോയി. അവരുടെ വീട്ടിൽ പോയി അവർക്ക് ത്രോട്ടിൽ തൈലം പറ്റി പ്രാർത്ഥിച്ചു. നെക്സ്റ്റ് ഡേ അവർ ഫോൺ ചെയ്ത് എന്നോട് പറഞ്ഞു, മിസ്സേ, ഞാൻ രാത്രി ഒരാഴ്ചയായിട്ട് ഉറങ്ങാതിരുന്ന ഞാൻ നന്നായിട്ട് കിടന്നുറങ്ങി, എൻ്റെ ത്രോട്ട് ഇൻഫെക്ഷൻ പൂർണ്ണമായിട്ടും മാറി. അപ്പോഴും എൻ്റെ വിശ്വാസം പൂർണ്ണമായില്ല. ഞാൻ ഓർത്തു മിസ്സ് ഒരു പക്ഷേ എന്നെ വിഷമിപ്പിക്കേണ്ട എന്ന് വെച്ച് പറയുന്നതായിരിക്കുന്നു. എഗെയിൻ ആഫ്റ്റർ 1 വീക്ക് എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ മിസ്സിന് ഐ ഇൻഫെക്ഷൻ വന്നു. ഐ ഇൻഫെക്ഷൻ വന്നപ്പോൾ മിസ് എഗെയിൻ എനിക്ക് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ലൈജു, ഞാൻ നിൻ്റെ വീട്ടിൽ വരട്ടെ, ഒന്ന് തൈലം പറ്റി പ്രാർത്ഥിക്കാമോ? ഞാൻ നാട്ടിൽ ഡോക്ടേഴ്സിനെ വിളിച്ചൊക്കെ പറഞ്ഞ് മെഡിസിൻ എടുത്തു, പക്ഷേ എൻ്റെ ഐ ഇൻഫെക്ഷൻ കുറയുന്നില്ല, നീ ഒന്ന് തൈലം പറ്റി പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു. എന്നിട്ട് മിസ് എൻ്റെ വീട്ടിൽ വന്നു. ഞാൻ തൈലം പറ്റി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് നെക്സ്റ്റ് ഡേ ആ ഐ ഇൻഫെക്ഷനും പൂർണ്ണമായിട്ട് മാറി. ഇത് എൻ്റെ കുടുംബത്തിൻ്റെയും അവരുടെ കുടുംബത്തിൻ്റെയും വിശ്വാസം ഒത്തിരി വർദ്ധിച്ചു. അവരിവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. അതുകൂടാതെ ഞങ്ങളുടെ അവിടെ ഉണ്ടായിരുന്ന ഒരു സാറിൻ്റെ ചെസ്റ്റിൽ ഒരു സിസ്റ്റ് ഉണ്ടായിരുന്നു. സിസ്റ്റ് ഒരു 20 വർഷത്തിന് മുകളിലായിരുന്നു എന്നോട് പറഞ്ഞത്, എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ ഒരു ദിവസം എനിക്ക് അവരുടെ വീട്ടിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നു. ഞങ്ങളുടെ സ്കൂളിലല്ല പഠിപ്പിക്കുന്നത്, ബട്ട് എനിക്ക് ഫോൺ കോൾ വന്നു. ലൈജു കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഉടമ്പടിയുടെ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചു. അപ്പോൾ ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ ഞാൻ മാതാവിൽ എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം കിട്ടിയ അനുഭവങ്ങൾ നോൺ സ്റ്റോപ്പായിട്ട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ വരുവാണ് മിസ്സിൻ്റെ വീട്ടിൽ, മിസ് ഒന്ന് തൈലം പറ്റി പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. ഞാൻ ഓക്കെ പറഞ്ഞു. അവർ രാത്രി തന്നെ എൻ്റെ വീട്ടിൽ വന്നു. ഞാൻ പ്രാർത്ഥിച്ച് അവർക്ക് തൈലം പറ്റി പ്രാർത്ഥിച്ചു. അവരോട് ഞാൻ പറഞ്ഞു ഓൺലൈനിൽ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. ഓൺലൈൻ ഉടമ്പടി എടുത്തു. അതിൻ്റെ ഫലമായിട്ട് അവരുടെ സിസ്റ്റ് എന്ന് പറയുന്നത് വിതിൻ 10 days പൂർണ്ണമായിട്ടും, അതായത് പസ്സും ബ്ലഡും ഒഴുകിക്കൊണ്ടിരുന്ന ആ സിസ്റ്റ് പൂർണ്ണമായിട്ടും കരിഞ്ഞ് ഉണങ്ങിപ്പോയി. അവരും ഈ വർഷം ഈ മെയിൽ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു ടീച്ചറിൻ്റെ ഓവറി സിസ്റ്റ് ഞാൻ തൈലം പറ്റി പ്രാർത്ഥിച്ചു. അതുകൂടാതെ അവർ നോർത്ത് ഇന്ത്യൻ ആണ്. അവരോട് ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് അവരുടെ ക്യാൻസറാണെന്ന് ഡോക്ടർ സംശയിച്ച ഓവറി സിസ്റ്റ് പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു. ഇത്രയും അനുഗ്രഹങ്ങളും ദൈവാനുഭവങ്ങളുമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഞങ്ങൾ ചെയ്ത കാരുണ്യ പ്രവൃത്തികൾ, ഞാനൊരു ടീച്ചറാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സ്കൂളിലെ നോൺ ടീച്ചിങ് സ്റ്റാഫിൻ്റെ മക്കളെ ഫ്രീ ആയിട്ട് ട്യൂഷൻ പഠിപ്പിക്കുന്നുണ്ട്. കൂടാതെ ഹോസ്പിറ്റലുകളിൽ പോയിട്ട് അവിടുത്തെ ജാർഖണ്ഡിലെ ഹോസ്പിറ്റലുകളിൽ പോയി രോഗികളെ കണ്ട് അവർക്ക് ഫുഡ്, അതുപോലെ തന്നെ മെഡിസിനുള്ള പൈസയൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ ചെയ്യുന്നത്, ഞങ്ങളുടെ സ്കൂളിൻ്റെ തൊട്ടടുത്ത് ഒരു ഫാമിലി ഉണ്ട്. 6 മക്കൾ, പപ്പ മമ്മി. മൂത്ത കൊച്ചിന് 9 വയസ്സേ ഉള്ളൂ. ഈ 6 മക്കളും സ്കൂളിൽ പോകുന്നില്ല. ഇളയ കുഞ്ഞ് തീരെ കുഞ്ഞാണ്. പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ഈവനിങ്ങിലൊക്കെ ഞാൻ മാർക്കറ്റിൽ പോകുമ്പോൾ കാണാം ഞങ്ങളുടെ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ആ മക്കൾ വന്നിരുന്ന് ഈ പഴയ ബുക്കിലൊക്കെ കുത്തി വരയ്ക്കുന്നത്. അതെനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ എന്നിട്ട് അതിൽ അത്യാവശ്യം 3 വയസ്സിന് മുകളിലുള്ള മക്കളെ വിളിച്ചിട്ട് ഞാൻ അവരെ ABCD എനിക്കാവുന്ന രീതിയിൽ ഞാൻ ഇപ്പോഴും അവരെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ ഞാൻ അവിടെ ഓർഫനേജിൽ ഒരിക്കൽ കാണാൻ പോയി, ഓർഫനേജിൽ സന്ദർശിക്കാൻ പോയി. അപ്പോൾ ഞാൻ പോകുന്നതിന് മുമ്പ് മാതാവിനോട് പറഞ്ഞിട്ട് പോയി, മാതാവി, ഞാൻ ഈ ഓർഫനേജിൽ പോകുന്നത് എനിക്ക് അവിടെ ഒരു കണ്ടിന്യൂവേഷൻ തരണം, ഒരു പ്രാവശ്യം പോയി തിരിച്ചു വരണ്ട, എനിക്കൊരു കണ്ടിന്യൂവേഷൻ തരണം. ഞാൻ മാതാവിനോട് ജസ്റ്റ് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഹസ്ബൻഡും കൂടിയാണ് പോയി.
അവിടെ ചെന്ന് അവരെ കണ്ടു. അവർക്ക് കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെ വാങ്ങിയിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ അവിടെ കുട്ടികളുണ്ട്, കുറച്ച് പ്രായമായവരുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോരുന്നതിന് മുമ്പ് അവിടുത്തെ ഇൻചാർജായിട്ടുള്ള സ്ത്രീ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ സ്കൂളിൻ്റെ പേര് പറഞ്ഞപ്പോൾ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള സ്കൂളാണ്, അവിടെയാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. മിസ്സേ, ഞങ്ങളുടെ കുട്ടികൾ പഠിക്കും, ഞങ്ങൾ നന്നായിട്ട് പഠിപ്പിക്കും, പക്ഷെ അവർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. അവർ പോകുന്നത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ്, പക്ഷേ അവിടെ ഇംഗ്ലീഷല്ല സംസാരിക്കുന്നത്. ബുക്സ് ഇംഗ്ലീഷിലാണെങ്കിലും പഠിപ്പിക്കുന്നത് ഹിന്ദിയിലാണ്. അതുകൊണ്ട് ഞങ്ങളുടെ മക്കൾക്ക് ഇംഗ്ലീഷ് അറിയില്ല, മിസ്സിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എങ്ങനെ ഹെൽപ്പ് ചെയ്യാനാണ്, കാരണം ഒത്തിരി ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു, എനിക്ക് തനിച്ച് പോകാൻ പറ്റില്ല, ഒറ്റപ്പെട്ട ഒരു ഏരിയയിലാണ് ഓർഫനേജ്. അപ്പം അവരെന്നോട് തിരിച്ചു ചോദിച്ചു, മാം ഓൺലൈൻ ക്ലാസ് എടുക്കാമോന്ന്. എനിക്ക് ഭയങ്കര സന്തോഷമായി. അന്ന് മുതൽ ആഴ്ചയിൽ 2 ദിവസം ഞാൻ ആ മക്കൾക്ക് വേണ്ടിയിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ഓൺലൈനായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ വിൻ്റർ സീസണിൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കിടക്കുന്ന പാവപ്പെട്ടവർക്ക് ഈ ബ്ലാങ്കറ്റ് വാങ്ങി വിതരണം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ റോഡ് സൈഡിലും റെയിൽവേ സ്റ്റേഷനിലുള്ളവർക്ക് ഫുഡ് വാങ്ങിക്കൊടുക്കാറുണ്ട്. ഇതൊക്കെയാണ് ഞാൻ മെയിനായിട്ട് ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ. പിന്നെ വിശ്വാസ ജീവിതം. ഞാനും എൻ്റെ കുടുംബവും ഒരു സാധാ വിശ്വാസികളായിരുന്നു. സാധാ വിശ്വാസികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ച പള്ളി പോവുക, വേറെ എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ പള്ളി പോകാതിരിക്കുക, ആണ്ടിലൊരിക്കൽ അല്ലെങ്കിൽ 1-2 പ്രാവശ്യം കുമ്പസാരിക്കുക, ഇതൊക്കെയായിരുന്നു. ഇടദിവസങ്ങളിൽ പള്ളിയിൽ പോകാറേ ഇല്ല, അതിൻ്റെ ആവശ്യം ഞങ്ങൾക്ക് തോന്നിയിട്ടുമില്ല. പക്ഷേ ഇപ്പോൾ ഉടമ്പടിയിൽ ഞങ്ങൾ ജീവിക്കുന്ന ഇപ്പോൾ 365 ദിവസവും ഇവരുടെ ഹോസ്റ്റലിൽ, മക്കളുടെ ഹോസ്റ്റലിൽ, ഞങ്ങളുടെ സ്കൂളിൽ കുർബാനയ്ക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ട്, അതായത് വിശുദ്ധ കുർബാന കഴിഞ്ഞ് ഹാഫ് ആൻ അവറിൽ വീട്ടിൽ വന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഓടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വിശുദ്ധ കുർബാനയിൽ എന്നും പങ്കെടുക്കുന്നു, അതും ഭക്തിയോടുകൂടി പങ്കെടുക്കുന്നു. മാസത്തിലൊരിക്കൽ കുമ്പസാരിക്കാതിരിക്കുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ മാറി. അതുപോലെ ജപമാല ചെല്ലുക. ഒരു ജപമാല രാത്രിയിലെ കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത് തന്നെ പലപ്പോഴും ഭാരമായിരുന്നു എനിക്ക്. കുടുംബ പ്രാർത്ഥന 11:30 ആയാൽ പോലും കുടുംബ പ്രാർത്ഥന ചെല്ലാതെ ഞങ്ങൾ ഉറങ്ങാറില്ല. കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് ഉടമ്പടി പ്രാർത്ഥന ചെല്ലിയിട്ടാണ് ഞങ്ങൾ കിടന്നുറങ്ങുന്നത്. ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും എപ്പോഴും വിശ്വാസ പ്രമാണം, പ്രത്യക്ഷീകരണ പ്രാർത്ഥന, നന്മ നിറഞ്ഞ പറയും, ഇതൊക്കെ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കും. ഇപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സ് പറയുന്നത് ലൈജു ടോട്ടലി റിലീജിയസ് ആയി എന്നാണ് പറയുന്നത്. എങ്ങനെ ലൈജുവിന് ഇങ്ങനെ എന്നും പള്ളിയിൽ വരാൻ പറ്റുന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ ഉത്തരം കൃപാസനം മാതാവാണ്. മാതാവ് എടുത്ത് ഞങ്ങളെ കൊണ്ടുപോകുന്നു എന്ന് പറയണം. കാരണം വിൻ്റർ സീസണിൽ ഭയങ്കര തണുപ്പ്, കൊടും മഴ. അപ്പോഴും ഞാനും എൻ്റെ ഹസ്ബൻഡും റെഡിയായിട്ട് പള്ളിയിൽ ചെല്ലും. ഞങ്ങൾ ഒരിക്കലും മാസം മുടക്കിയിട്ടില്ല. ഇത്രയും അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. അതുപോലെ തന്നെ ഉടമ്പടിയിലൂടെ ഞങ്ങളെ നയിക്കുന്നതിനും നിത്യജീവൻ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിച്ചതിനും അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞ് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. പുറപ്പാട് 20:24 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു, ഞാൻ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരും, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. അതായത് മരുഭൂമിയിൽ മേഘത്തണലായി നിൽക്കാനും, അതുപോലെ ആകാശത്തു നിന്ന് അജ്ഞാതമായ അപ്പം വർഷിക്കാനും, തൻ്റെ ആശ്രിതരെ ജോർദാൻ നദിക്ക് അക്കരെ എത്തിക്കാനുമൊക്കെ എങ്ങനെയാണ് പകൽ മേഘത്തണലായും രാത്രി അഗ്നിസ്തംഭമായും ദൈവം കൂടെ വരുന്നത്? ആ ഒരു വാഗ്ദാനമാണ് ഇന്നും ഉടമ്പടിയിലൂടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇനിയും തുടരുക തന്നെ ചെയ്യും. അതാണ് അനുഭവ സാക്ഷ്യങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക, തൻ്റെ കുടുംബം ഒന്നാകെ എങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ടു. ഈ ഒരു വിശുദ്ധീകരണമാണ് ഉടമ്പടിയുടെ കാതലായ, അതായത് ഉടമ്പടി ജീവിതത്തിൻ്റെ തന്നെ കാതലായ മാറ്റം എന്ന് പറയുന്നത് വ്യക്തികളുടെ വിശുദ്ധീകരണം, അതിലൂടെ വരുന്ന കുടുംബ വിശുദ്ധീകരണം. തങ്ങൾക്ക് പള്ളിയിൽ പോകാനൊന്നും അത്ര വേണ്ടപ്പെട്ട ഒരു കാര്യമൊന്നുമല്ല, എപ്പോഴെങ്കിലും ഒന്ന് പോവുക, ഇങ്ങനെയൊക്കെ പറയുന്ന സാക്ഷ്യങ്ങൾ ഇതിനു മുമ്പും ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സാക്ഷ്യത്തിലും എങ്ങനെ തങ്ങൾക്ക് തങ്ങളുടെ മക്കളെയും അതുപോലെ വളർത്തുവാനായിട്ടും ആ മക്കൾക്ക് ഇന്ന് എങ്ങനെ വിശ്വാസം വന്നു, തൻ്റെ ജീവിതത്തിൽ 2 മക്കൾക്കും അമ്മ ദർശനം കൊടുക്കുന്നത്, അതൊക്കെ നാം ഇന്ന് ചിന്തിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്നവരാരെങ്കിലുമൊക്കെ പരിശുദ്ധ അമ്മ ബൈക്കിൽ വരിക, ഓ ഇതൊക്കെ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, ചിന്തിക്കുന്നവർക്കത് ചിന്തിക്കാം. എന്നാൽ
അമ്മ ഇന്ന് കടന്നു വരാത്ത മേഖലകളൊന്നുമില്ല. അപ്പോൾ അതിന് ബലപ്പെടുത്തുന്ന രീതിയിലുള്ള സാക്ഷ്യവും അതെങ്ങനെയാണ് തൻ്റെ മകൾ കാണുന്നതിന് ഇടയായത്, ആ ഒരു സ്വപ്നം മകൾക്ക് എങ്ങനെ വന്നു, അതിനുള്ള കാരണം എന്ത്, ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് ഈ അമ്മ തന്നെ ഇവിടെ സാക്ഷ്യത്തിൽ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ പരിശുദ്ധ അമ്മ കൊന്ത കൊണ്ടുവന്ന് കൊടുക്കുക, പിന്നീട് അതൊക്കെ എങ്ങനെയാണ് യാഥാർത്ഥ്യമായിട്ട് മാറുന്നത്, ഇതൊക്കെയാണ് നമുക്ക് കാണുവാൻ കഴിയുക. കൂടെ ഇവർ പറഞ്ഞ കുറേ ഫിസിക്കൽ ഫേവേഴ്സ് ഉണ്ട്, അതും ഉടമ്പടിയുടെ തന്നെ ഭാഗമാണ്. എന്നാൽ അതിനുവേണ്ടി മാത്രമായിരിക്കരുത് നാം ഉടമ്പടി എടുക്കുന്നത് എന്നുള്ളതാണ്. തങ്ങളുടെ കാരുണ്യ പ്രവർത്തികൾ, പ്രേക്ഷിത പ്രവർത്തനം ഓരോ വ്യക്തികളും കണ്ടുപിടിക്കുകയാണ് എങ്ങനെ ഈശോയെ കൂടുതൽ സ്നേഹിക്കാൻ പറ്റും. അതാണ് ഇന്ന് ഉടമ്പടിയിലൂടെ നടക്കുക. മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടിട്ടോ അല്ലെങ്കിൽ അതൊന്നുമല്ല, പക്ഷേ ഉടമ്പടി ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ എനിക്ക് ഈശോയെ എങ്ങനെ കൂടുതൽ സ്നേഹിക്കാൻ പറ്റും, എൻ്റെ വിശ്വാസ ജീവിതം, വിശുദ്ധിയിലുള്ള ജീവിതം എങ്ങനെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ പറ്റും, അങ്ങനെ ചിന്തിച്ചാണ് ഓരോരുത്തരും തങ്ങളുടെ ഉടമ്പടി ജീവിതം നയിക്കുക. ഈ മക്കൾ ഇവിടെ വന്ന് ഈ സാക്ഷ്യം പറയുമ്പോൾ തീർച്ചയായും അവരുടെ കുടുംബത്തിലേക്ക് കൂടുതൽ കൃപകൾ വർഷിക്കപ്പെടട്ടെ. നമുക്കതിനായി പ്രാർത്ഥിക്കാം. കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.